നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ കൊമേഴ്സ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികളുടെ വിനിമയ മലയാളവും വാണിജ്യ രചനയും എന്ന എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം പേപ്പറിൽ കൽപ്പറ്റ നാരായണന്റെ മെരുങ്ങാത്ത മരപ്പാവകൾ പഠിക്കാനുണ്ട്. മെരുങ്ങാത്ത മരപ്പാവകൾ കാരൂർ നീലകണ്ഠപിള്ളയുടെ മരപ്പാവകൾ എന്ന് പറയുന്ന കഥയുടെ പഠനമാണ്. നമുക്ക് പഠിക്കാനുള്ളത് ആ കഥയല്ല, കഥയെക്കുറിച്ച് കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ നടത്തിയ പഠനമാണ് പഠിക്കാനുള്ളത്. പക്ഷേ ആ പഠനം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം ആ കഥ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഈ വീഡിയോയിൽ ഇത് പാർട്ട് 1 വീഡിയോ ആണ്, മെരുങ്ങാത്ത മരപ്പാവകളുടെ പാർട്ട് 1. ഇതില് മരപ്പാവകൾ എന്ന് പറയുന്ന കാരൂർ നീലകണ്ഠപിള്ളയുടെ കഥയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ആ കഥ ഓൾറെഡി അറിയാവുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണ്ട. ഇതിന്റെ രണ്ടാമത്തെ വീഡിയോയിലാണ് കൽപ്പന നാരായണൻ സാർ നടത്തിയ പഠനങ്ങൾ വരാൻ പോകുന്നത്. വരാൻ പോകുന്നത് അത് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ മരപ്പാവകൾ എന്ന് പറയുന്ന കഥ അറിയാത്തവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും കാണാം. ശേഷം അടുത്ത വരുന്ന വീഡിയോ കൂടി കാണാം കേട്ടോ. നോട്ട്സ് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിലൂടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. നോട്ടുകൾ മുഴുവൻ തരാം. അപ്പോ മരപ്പാവകൾ കാരൂർ നീലകണ്ഠപിള്ള. മുറ്റത്ത് ചെന്ന് നിന്ന എന്യൂമറേറ്റർ 312 ആശാരിപ്പറമ്പിൽ എന്ന് തന്നോട് തന്നെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ചോദിച്ചു, ഇവിടെ ആരും ഇല്ലേ? അപ്പൊ ഒരു എന്യൂമറേറ്റർ സെൻസസ് എടുക്കാൻ വന്നിരിക്കുകയാണ്. സെൻസസ് അറിയാലോ, ജനസംഖ്യാ കണക്കെടുപ്പ്. അപ്പൊ ഏത് വീട്ടുമുറ്റത്താണ് വന്നിരിക്കുന്നത്? 312 ആശാരിപ്പറമ്പില്. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും കയറണ്ടേ എന്യൂമറേറ്റർക്ക്. അപ്പം പേപ്പറിൽ നോക്കി 312 ആശാരിപ്പറമ്പിൽ, യെസ് എന്ന് നോക്കിയിട്ട് പറയാണ്, ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. ഓല കുത്തിമറച്ചുണ്ടാക്കിയ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. ഉമ്മിണി എന്നാണോ പേര്? കയ്യിലിരിക്കുന്ന കടലാസിൽ നോക്കിക്കൊണ്ട് ആഗതൻ ചോദിച്ചു. എന്യൂമറേറ്റർ ചോദിക്കുകയാണ്, ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന ആൾ ചോദിക്കാണ്, ഉമ്മിണി എന്നാണോ പേര്? അപ്പൊ അദ്ദേഹത്തിന്റെ കണക്കില് ഗൃഹനാഥയുടെ പേര് ഉമ്മിണി എന്നായിരിക്കും. യുവതിയുടെ സ്വതേ വിടർന്ന കണ്ണുകൾ കുറെ കൂടി വികസിച്ചു. കേസോ പോലീസോ വല്ലതും ആയിരിക്കുമെന്ന് അവൾ പരിഭ്രമിച്ചു. ജനസംഖ്യ എടുക്കുക, ഇവിടെ ആരൊക്കെയുണ്ട്? അപ്പൊ അവളോട് പറയാണ്, ജനസംഖ്യ എടുക്കുക, ഇവിടെ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പോഴങ്ങ് പോയേ ഉള്ളൂ. തോട്ടിന്റെ കരയിൽ താഴെത്താൻ പോയതാ, ആങ്ങളെ ചെറുക്കം പണിയാൻ പോയേക്കുക. അപ്പോ ഈ എന്യൂമറേറ്റർ ജനസംഖ്യാ കണക്കെടുക്കാൻ വന്ന ആള് പ്രതീക്ഷിച്ച ഉത്തരങ്ങളല്ല. ജനസംഖ്യാ കണക്കെടുപ്പിന് വന്നിട്ട് ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണോ പറയാ? അല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുള്ള ചോദ്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു പെൺകുട്ടി അല്ല മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ അങ്ങേര് ചോദിക്കുവാണ്, ഉമ്മിണി എന്ന് പേരുള്ളത് അമ്മയുടെ പേരാ. അപ്പൊ ഉമ്മിണി അമ്മയാണ്, മകളാണ് ഇപ്പൊ അവിടെ വന്നിരിക്കുന്നത്. ശരി, ഉമ്മിണി ആണോ പെണ്ണോ? അമ്മയുടെ പേരാന്ന് പറയുമ്പോഴത്തേക്ക് ഉമ്മിണി ആണോ പെണ്ണോ? അവളൊന്ന് ചിരിച്ചു, പരിഹാസ ചിരി, എന്നാലും അഴകുള്ള ചിരി. അമ്മയും ഞാനും പെണ്ണുങ്ങളാ, ആങ്ങള ആണും. അതായത് ഈ കഥ ഭയങ്കര രസമായിട്ടുള്ള ഒരു കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അവതരണം മിക്കവാറും ഈ കഥ മുഴുവൻ സംഭാഷണത്തിലൂടെയാണ് നീങ്ങുന്നത്. ഇതിലുള്ള കഥാപാത്ര സൃഷ്ടി ഉണ്ടല്ലോ, ഈ എന്യൂമറേറ്റർ ആയാലും ഈ പെൺകുട്ടിയായാലും, പെൺകുട്ടിയുടെ പേരിപ്പം പറയും. അപ്പൊ ഇവരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതിലൂടെ ജീവിതം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. അമ്മയും ഞാനും പെണ്ണുങ്ങളാ, ആങ്ങള ആണും. അച്ഛനില്ലേ? മരിച്ചുപോയി. അപ്പോൾ ഉമ്മിണി വിധവയാണല്ലേ? അപ്പൊ ഉമ്മിണി എന്ന് പറയുന്ന അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ, ഉമ്മിണി വിധവയാണല്ലേ? ഇപ്പോൾ വിധവയാ. എന്നിട്ട് അവൾ പറഞ്ഞു, ജനസംഖ്യ എടുക്കുമ്പോൾ കൊട നിവർത്തി പിടിക്കരുതായിരിക്കും. ഈ തീ പോലുള്ള വെയിലത്ത് നിന്ന് ജനസംഖ്യ എടുത്ത ആളിന്റെ എണ്ണം കുറഞ്ഞു പോകും. ഈ ബെഞ്ചിലേക്ക് കയറിയിരിക്കാവല്ലോ. അപ്പൊ അവള് പറയാണ് വളരെ സൗഹൃദപരമായിട്ട്, ഈ തീ പോലത്തെ വെയിലത്ത് നിങ്ങൾ പോയിട്ട് ജനസംഖ്യ എടുത്ത ആളിന്റെ എണ്ണം കുറഞ്ഞു പോകുന്നു, മീൻസ് തട്ടിപ്പോകുന്നുള്ളതാണ്. ഇവിടെ കയറി ഇരിക്കാമല്ലോ. അപ്പൊ പരമായിട്ട് അവള് ക്ഷണിച്ചിരിക്കുന്നു. ചാണകം മെഴുകി വെടിപ്പും മിനുപ്പും വരുത്തിയിട്ടുള്ള ആ നീളം കുറഞ്ഞ വരാന്തയിൽ കയറി ആഗതൻ ഒരു ബെഞ്ചിലിരുന്നു. നമ്മുടെ എന്യൂമറേറ്റർ ഉമ്മിണിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്തി. നിങ്ങളുടെ പേര്? എന്റെ പേര് നളിനി. അപ്പൊ ഉമ്മിണിയുടെ മകളുടെ പേരെന്താ? നമ്മുടെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് നളിനി. നളിനിയും എന്യൂമറേറ്ററും. എന്യൂമറേറ്റർക്ക് പേരില്ല കേട്ടോ, ആ കണക്കെടുക്കാൻ വന്ന ആള്, ജനസംഖ്യ കണക്കെടുക്കാൻ വന്ന ആള്. എന്റെ പേര് നളിനി, അവള് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവൾ അല്പം ലജ്ജ ഭാവിച്ചു, നാണിച്ചു. വയസ്സ്? എന്യൂമറേറ്റർ ആ സർക്കാർ ചോദ്യങ്ങൾ അതുപോലെ ചോദിക്കുകയാണ്. വയസ്സ്? കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നിയില്ല. അവളൊന്ന് മന്ദഹസിച്ചു, മീൻസ് പുഞ്ചിരിച്ചു. 23. വിവാഹം കഴിഞ്ഞതാണോ? ഇപ്പോൾ ഭർത്താവുണ്ടോ? അവൾ അല്പം പരുങ്ങി. ഇപ്പോൾ ഇവിടെ ഇല്ല. 13-ാം മൈലിൽ ജനസംഖ്യ എടുത്തോ? എന്നുവെച്ചാൽ ഭർത്താവിന്റെ വീട് 13-ാം മൈലിലാണെന്നുള്ളതാണ്. അവിടെ ജനസംഖ്യ എടുത്തോ? അപ്പൊ കിട്ടുന്നുള്ളതാ. അതിനാള് വേറെയാ. ഭർത്താവ് ഉണ്ട് അല്ലേ? അപ്പം പറയണം, അവിടെ ജനസംഖ്യ എടുക്കാനുള്ള ആള് വേറെയാ. ഭർത്താവ് ഉണ്ടല്ലേ? ഭർത്താവ് ഉണ്ടെന്ന് എഴുതട്ടെ എന്നുള്ളതാണ്. ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ. അതിന്റെ അർത്ഥം എന്താ? ഭർത്താവ് ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ, ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാണ്. അവൾ അവഗണനാഭാവത്തിൽ പറഞ്ഞു. ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും അർത്ഥം ഒന്നല്ലല്ലോ. എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ. അവളുടെ ആ ഒരു നിലപാട് നോക്കിട്ടോ. ഇതിലൂടെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലൂടെ ഇങ്ങനെ രസിച്ച് പറഞ്ഞു പോകുമ്പോൾ നമുക്കിതില് ജീവിതം കാണാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭർത്താവുമായിട്ട് പിണങ്ങി വന്ന് നിൽക്കുന്നവളായിരിക്കാം അവൾ. പക്ഷെ അവളുടെ വാക്കുകൾ കേട്ടോ നിങ്ങൾ. പിന്നെ എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ, ഇല്ലാത്ത പോലെ തന്നെ ഉണ്ടെങ്കിലും. കല്യാണം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളായിരിക്കും അല്ലേ? എന്നാൽ വിവാഹിത എന്നല്ലേ എഴുതേണ്ടത്, അവിവാഹിത.
അത് ശരി, കല്യാണം ഉണ്ടെന്ന് തെളിയാതെ ഇരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ കല്യാണം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ അവിവാഹിത എന്നാ എഴുതണ്ടെന്ന് അദ്ദേഹം പറയാണ് എന്യൂമറേറ്റർ. അതല്ല, വിവാഹം കഴിഞ്ഞു. അവൾ തലയുടെ പുറകുവശം ചൊറിയുകയും അതോടെ നീണ്ടതും എണ്ണമയമില്ലാത്തതിനാൽ മുഷിഞ്ഞതുമായ മുടി അഴിഞ്ഞിഴഞ്ഞു വീഴുകയും അത് അവളുടെ സുന്ദര രൂപത്തിന് ഒരു ഭംഗിയുള്ള പശ്ചാത്തലമായി ഭവിക്കുകയും ചെയ്തു. ആ മുടി വീണത്. പിന്നെ ഈ കഥ അവതരിപ്പിച്ചു പോകുമ്പോൾ ഞാൻ കഥയുടെ ഉള്ളിൽ കയറി വായിക്കുന്നില്ല. കാരണം ഇതിന്റെ ഉള്ളിൽ കയറിയുള്ള വായനയാണ് നമുക്ക്, കൽപ്പറ്റ നാരായണൻ സാർ നടത്തിയിട്ടുള്ള വായനയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ കഥ ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കി പോയാൽ മതി. ഈ വീഡിയോയിൽ കഥ മാത്രം അവതരിപ്പിച്ചു പോകാം, ആഴത്തിൽ ഞാൻ പറയുന്നില്ല. ആ പഠിക്കാനുള്ളത് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥം കിട്ടും കേട്ടോ. അപ്പോ പശ്ചാത്തലമായി ഭവിക്കുകയും ചെയ്തു. ഭർത്താവ് ഉണ്ട്, ഭർത്താവില്ലതാനും, ഉപേക്ഷിച്ചു അല്ലേ? അപ്പോൾ വിഭർത്തൃക, സർക്കാരിന്റെ കണക്കിലുള്ള പേരുകളാണ്. അപ്പോൾ വിഭർത്തൃക, ഭർത്താവ് ഉപേക്ഷിച്ചവള്. ആ വാക്ക് കേട്ടിട്ട് എഴുതാമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കേക്കട്ടെ. വിദർഭ അതുപോലെ ഒരു കുഴഞ്ഞ കേസായതും, പക്ഷെ ഉപേക്ഷിച്ചതല്ല. ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എന്തിനാ ആഴ്ചതോറും അയാൾ ദൂതാളിനെ പറഞ്ഞു വിടുന്നത്? അവളുടെ ജീവിത പ്രശ്നങ്ങൾ എത്ര രസകരമായിട്ട് എടുക്കുന്നത് നോക്ക്. വിഭർത്തൃക എന്ന് എഴുതിട്ട് എഴുതിക്കുമ്പോ ആ വാക്ക് കേട്ടിട്ട് എഴുതാമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കേൾക്കട്ടെ. വിദർഭ അതുപോലെ ഒരു കുഴഞ്ഞ കേസായതും, ആ വാക്ക് പോലെ തന്നെ കുഴഞ്ഞ കേസായി ഭർത്താവും, പക്ഷെ ഉപേക്ഷിച്ചതല്ല. ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എന്തിനാ ആഴ്ചതോറും അയാൾ ദൂതാളിനെ പറഞ്ഞു വിടുന്നത്? എല്ലാ ആഴ്ചയും ദൂതാളിനെ പറഞ്ഞു വിടുന്നുണ്ട് പോലും. അപ്പോൾ ഈ എന്യൂമറേറ്റർ ചോദിക്കുക, നിങ്ങൾ ഉപേക്ഷിച്ചതായിരിക്കും. അപ്പൊ ഈ എന്യൂമറേറ്ററും നളിനിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഇടയിൽ സർക്കാർ പട്ടികയിൽ ഇല്ലാത്ത ചോദ്യങ്ങളും അയാൾ ചോദിച്ചു തുടങ്ങി. അവരുടെ ഇടയിൽ ഒരു ബന്ധം വളരുന്നത് അത് നിങ്ങൾ ഉപേക്ഷിച്ചതായിരിക്കും. ഞാൻ ആദ്യം അപേക്ഷിക്കാനും പോയില്ല, പിന്നെ ഉപേക്ഷിക്കാനും പോയില്ല. എന്താ വേണ്ടതെന്നാൽ അങ്ങനെ എഴുതിക്കോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നേ, നിങ്ങൾക്കല്ലേ ഒക്കെ അറിയാവുന്നേ. ഞാൻ അപേക്ഷിക്കാനും പോയിട്ടില്ല, ഉപേക്ഷിക്കാനും പോയിട്ടില്ല. അപ്പൊ അവളുടെ ആ ഒരു ബോൾഡ് ക്യാരക്ടറാണ് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യമൊന്നും അറിയാൻ വയ്യ. നിങ്ങൾ പറയുന്നത് ഏതാ? ഭർത്താവ് ഉണ്ടെന്ന് എന്ന് എന്യൂമറേറ്റർ പറഞ്ഞു. അതാ നല്ലത്. നല്ലതും ചീത്തയും എഴുതാനുള്ള പുസ്തകം അല്ലിത്, നേരെ എഴുതാനുള്ളതാ. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ബുക്കല്ലേ, നേരെ എഴുതാനുള്ളതാ. ഞാൻ പറഞ്ഞതാ നേര് എന്ന് പറഞ്ഞിട്ട് അവൾ തലമുടി പുറകുവശത്ത് കെട്ടിവെച്ചു. അനാവശ്യമായി ആ പ്രവൃത്തി അയാൾ നോക്കിക്കണ്ടു. അപ്പൊ അവരുടെ ഇടയിൽ ഒരു ആത്മബന്ധം വളരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതാ നേര് എന്ന് പറയുമ്പോൾ, നേരെ എഴുതാനുള്ളതാണ് ആ പട്ടിക എന്ന് അങ്ങേര് പറയുമ്പോൾ, ഞാൻ പറഞ്ഞതാ നേര് എന്ന് പറയുമ്പോൾ അത് എഴുതാനുള്ള പട്ടിക അതിലില്ലല്ലോ. നമ്മുടെ ലോകം നമ്മളെ നോക്കിക്കാണുന്ന പട്ടികകൾ പലതും അതാണ്. നമ്മളുടെ യഥാർത്ഥ സ്ഥിതി എഴുതാനുള്ള കോളം അതിലില്ല. പ്രസവിച്ചതാണോ? ആണും പ്രസവിച്ചില്ല, പെണ്ണും പ്രസവിച്ചില്ല. ഛിദ്രമുണ്ടായിട്ടുണ്ടോ? മീൻസ് അലസിപ്പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടായിട്ടുണ്ടോന്ന്. അവിടെ ചെന്ന് 6 മാസം തികയുന്നതിന് മുമ്പേ തുടങ്ങിയതല്ലേ ഛിദ്രം. ഒരു ദിവസം അല്ലേലും ഒരു ദിവസം ഛിദ്രമില്ലാതെ കഴിഞ്ഞിട്ടില്ല. അവള് വേറെന്തുവാണ് മനസ്സിലാക്കിയത്? വല്ല വായിക്കുന്നായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പൊ എന്യൂമറേറ്റർ ഞെട്ടി. ദിവസവും ഛിദ്രമോ? അതല്ലേ ഞാനിങ്ങ് പോന്നത്. എന്താണ് ഈ പറയുന്നത്? ഗർഭചിത്രം എന്ന് വെച്ചാൽ അലസുക ഉണ്ടായിട്ടുണ്ടോന്ന്? എന്തെല്ലാം പോക്കണം കേടുകളാ ചോദിക്കുന്നേ. ആങ്ങളെ ചെറുക്കൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. അവളുടെ ധ്വനി അങ്ങനെയായി. നോക്കൂ, ഇവരുടെ പട്ടികയിൽ ഒതുങ്ങുന്ന ഒരു പെണ്ണല്ല നളിനി. അതായത് ഇയാൾ എന്യൂമറേറ്റർ ചോദ്യം ചോദിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ചോദിക്കുന്നതിനൊക്കെ വെറുതെ ഉത്തരം പറയുന്ന പെണ്ണിനെയാണ്. പക്ഷെ ഇവൾ അതല്ലല്ലോ. ആ ചോദ്യത്തിന്റെ ഒക്കെ അപ്പുറമുള്ള സ്ത്രീയാണ് നളിനി. അയാൾ അല്പം ചൊടിച്ചു. ആങ്ങളെ ചെറുക്കൻ ഉണ്ടെങ്കിൽ ഇത് സർക്കാർ കാര്യമാണ്. ആങ്ങളെ ചെറുക്കൻ പോയിട്ട് വല്യമ്മാവനുണ്ടെങ്കിലും ചോദിക്കേണ്ടത് ചോദിക്കും. നേരൊക്കെ പറയുകയും വേണം. പറഞ്ഞില്ലെങ്കിൽ അത് കുറ്റമാണ്. പറയുന്നതൊക്കെ രഹസ്യമായി സൂക്ഷിക്കും. ആങ്ങളുണ്ടെങ്കിൽ എനക്കെന്താന്നുള്ള ചോദ്യമാണ് ആർക്ക്? എന്യൂമറേറ്റർക്ക്. വലിയ ഉഷ്ണം തോന്നുന്നെങ്കിൽ ഇതുകൊണ്ട് വീശിക്കോളൂ. അവള് പറയാണ് വലിയ ചൂട് വന്നിട്ട് ഇതുകൊണ്ട് വീശിക്കോളൂ എന്ന് പറഞ്ഞ് നളിനി ഒരു വീശു എടുത്ത് ബെഞ്ചിന്റെ അറ്റത്ത് വെച്ചു കൊടുത്തു. ആങ്ങളെ ചെറുക്കൻ കേൾക്കെ ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് നാണം വരുമെന്നാ പറഞ്ഞത്, അല്ലാണ്ട് അവൻ നിങ്ങൾ അടിച്ചു കളയുന്നല്ല. എന്നിട്ട് പറയൂ. ഇല്ല. എന്തോന്നില്ല? പറയുകയല്ലെന്നോ? അല്ലല്ല, മുമ്പേ ചോദിച്ചില്ലേ ഛിദ്രം, അതില്ല. നിങ്ങൾക്ക് മാസം എന്ത് വരവുണ്ട്? ആങ്ങളയ്ക്ക് 3 രൂപ തച്ച. ആങ്ങളയുടെ തച്ചല്ല, നിങ്ങൾക്ക് എന്ത് വരവുണ്ടെന്നാ ചോദ്യം. ഞാൻ പണിക്ക് പോകാറില്ല. അപ്പോൾ വരവൊന്നുമില്ല. ആശ്രയിച്ച് കഴിയുന്നയാൾ. ഞാനോ? ഇതാര് പറഞ്ഞു? ആ വള്ളക്കടവിലെ കാത്ത പറഞ്ഞതായിരിക്കും. അവിടെ കാര്യം എനിക്കും പറയാനുണ്ട്. നോക്കൂ ഇതെങ്ങോട്ടാ പോകുന്നെന്നുള്ളത്. അയാൾ രസിച്ചൊന്ന് ചിരിച്ചു. കാത്തയോ? എന്ത് പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഒരാൾക്ക് വരവില്ലെങ്കിൽ മറ്റൊരാളുടെ വരവ് കൊണ്ട് വേണം ജീവിക്കാൻ. നിങ്ങൾക്ക് വരവില്ല. ഉണ്ണാനും ഉടുക്കാനും മറ്റും കാശ് ചെലവുണ്ട്. അത് തരുന്നയാളിനെ, അമ്മയെയോ ആങ്ങളെയോ ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. നേരല്ലേ? കച്ചേരിയിലെ ചോദ്യം പോലെയാണല്ലോ ഇത്. കച്ചേരിയിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അതിനും ആ ദ്രോഹി ഇടവരുത്തി. ഭർത്താവ്. നീതിന്യായം. ഭർത്താവ് അല്ലേ? അവനാ ഭർത്താവ്. ഭർത്താവ് ഇല്ലെന്നങ്ങ് എഴുതിയേക്കൂ. അതിന് ഞാൻ വേണേൽ വല്ലതും തരാം പൊന്നെ എന്നായി ഇവളുടെ ടോണ്. അതിരിക്കട്ടെ, നിങ്ങൾക്ക് വരവൊന്നുമില്ലല്ലോ, ശമ്പളമൊന്നും ഇല്ലല്ലോ. വരവുണ്ട്. ഞാൻ ആരെയും ആശ്രയിക്കുന്നില്ല. മാസം 15 രൂപ എങ്കിലും വരവുണ്ട്. ശരി, എന്താ തൊഴില്? എന്തെല്ലാം അറിയണം ഈ സർക്കാരിന്. തൊഴിൽ ഒന്നല്ല, പലതാ. അതൊക്കെ പറഞ്ഞോളൂ. എഴുതാൻ കടലാസിൽ സ്ഥലമുണ്ട്. ഞാനാ ഈ വീട്ടിൽ കഞ്ഞി വെക്കുന്നത്. ഈ തിണ്ണം എഴുതിയത് ഞാനാ. അപ്പൊ സർക്കാരിന്റെ പട്ടികയിൽ ഇല്ലാത്ത അധ്വാന ഭാരത്തെ നളിനി ഇത് എടുത്ത് കാണിക്കുന്നു.
മനസ്സിലായോ? ഈ പട്ടികകൾക്കും അളവ് പോലും ആളുകളെ അളക്കാനുള്ള പട്ടികകൾക്കൊക്കെ അപ്പുറമാണ് നളിനിയെ പോലുള്ള സാധാരണ സ്ത്രീകൾ. ഞാനാ ഈ വീട്ടിൽ കഞ്ഞി വെക്കുന്നത്, ഈ തിണ്ണ മെഴുകിയത് ഞാനാ, മെഴുകിയത് നന്നായിട്ടുണ്ട്, കണ്ണാടി പോലെ മിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അയാൾ അഭിനന്ദിച്ചത് കണ്ടോ. അപ്പൊ അവര് തമ്മിലൊരു ആത്മബന്ധം വളരെയാണ്. എന്റെ കവിള് കണ്ണാടി പോലെ മിന്നുന്നെന്ന് എന്റെ പണിക്കൻ, എന്റെ ആരുമല്ല, അയാൾ പറയുമായിരുന്നു. അപ്പോൾ ഈ തിണ്ണ എന്റെ കവിള് പോലെ ആയിരിക്കും. അവൾ ഫലിതം പറഞ്ഞ മട്ടിൽ ചിരിച്ചു. അയാളും ചിരിച്ചു. അയൽ വീട്ടിലെ ഒരു പെണ്ണ് മുറ്റത്ത് വന്ന് എന്യൂമറേറ്ററുടെ മുഖത്ത് കണ്ണും തറപ്പിച്ച നിലയായി. ഇത്രയും അവർ സംസാരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് ആ വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പൊ ഈ നളിനിയും എന്യൂമറേറ്ററും സംസാരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു പെണ്ണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ CCTV, വന്നിട്ട് മുറ്റത്ത് നിന്നിട്ട് അയാളെ നോക്കി ഇരിപ്പായി. പെണ്ണിന് വയസ്സ് 10 കഴിഞ്ഞേ ഉള്ളൂ. നോട്ടം കണ്ടില്ലേ? 2 കൊല്ലം കഴിഞ്ഞാൽ ഈ വഴിക്ക് ആളുകളെ നടത്തുകയല്ല, ആരെങ്കിലും വന്നാൽ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കും. പെണ്ണിന് കോപം വന്നു. ഞാനൊന്ന് നോക്കി എന്ന് വെച്ച് പണിക്കത്തിക്ക് വല്ല നഷ്ടവും വന്നോ? ഞാൻ എന്റെ അപ്പാ പോകാണേ എന്നും പറഞ്ഞ് അവൾ വന്ന വഴി തിരിച്ചുപോയി. പോകുന്ന പോക്കിൽ അവൾ എന്തോ പിറുപിറുത്തു കൊണ്ടിരുന്നു. അവിടെയും നളിനിയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് അവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റുന്നില്ല, എല്ലാരെയും അടിച്ചു ഓടിക്കുന്നുണ്ട്. നളിനി പറഞ്ഞു, അവൾക്ക് ശുണ്ഠി വരണം, ആരുടെയെങ്കിലും തലവട്ടം കണ്ടാൽ മതി, എവിടുന്നാന്ന് അറിയാൻ മേല, പെണ്ണ് മുറ്റത്തുണ്ട്. ഞാൻ പറയല്ലോ, നമ്മുടെ ഭാഷ പറഞ്ഞ CCTV. എന്യൂമറേറ്റർക്ക് അവിടെ ഇരിക്കാൻ പേടിയായി തുടങ്ങി. ഇങ്ങനെ ആളുകളൊക്കെ വന്ന് നോക്കുന്നു, ഇതെന്താ കഥ, അവള് മാത്രമേ അവിടെ ഉള്ളൂ. എന്യൂമറേറ്റർക്ക് പേടിയായി തുടങ്ങി. എന്നിട്ട് തൊഴിൽ പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആദായം കിട്ടുന്ന തൊഴിലാണ് അറിയേണ്ടത്, കൂലി കിട്ടുന്ന തൊഴിലാണ് അറിയേണ്ടത്. ആദായം കിട്ടുന്ന തൊഴിലില്ലെങ്കിൽ നിങ്ങൾ വല്ലതും തരുമോ? അവളുടെ ചോദ്യമാണ്. തരുമോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് മുഴുവനാക്കാൻ മടി തോന്നി. ചോദിച്ചാൽ തരുമായിരിക്കും അല്ലേ? അയാൾ ചുറ്റുപാടും നോക്കി. അവൾ പറഞ്ഞു, വീട്ടിൽ വല്ലവരും വന്നാൽ ഒരു മര്യാദ വേണമല്ലോ. അയാൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ മര്യാദ കേട് വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, ഞാൻ മര്യാദ കാണിച്ചില്ല. അവൾ പറയാ, മുറുക്കുമെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ മുറിക്കകത്തേക്ക് കയറി. തപ്പിപ്പെറുക്കുന്ന ശബ്ദം അയാൾ ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞ് അവൾ മുറുക്കാൻ കൊണ്ടുവന്നു. അയാൾ മുറുക്കിൽ ഏർപ്പെട്ടു. അവൾ വീണ്ടും മുറിക്കകത്ത് പോയി 3 മരപ്പാവകൾ കൊണ്ടുവന്നു. കഥയുടെ പേര് മരപ്പാവകൾ. എന്നിട്ട് അവൾ പറഞ്ഞു, എന്റെ തൊഴിൽ ഇതാണ്, ഇതിലൊന്നുണ്ടാക്കാൻ എനിക്ക് 1 ദിവസം മതി. അയാൾ പാവ വാങ്ങി നോക്കി. 1 ചാൺ നീളത്തിലുണ്ടാക്കിയ സ്ത്രീ രൂപങ്ങളാണ് ആ പാവ. എല്ലാം നന്നായിരിക്കുന്നു. തിളങ്ങുന്ന ചായപ്പണി ചെയ്തത്, കൊഴുത്തു മിനുത്തത്, ഭംഗിയുള്ള അവയവങ്ങൾ, ഉയർന്ന മാറിടം, തടിച്ച ജഘനം, കൃശമായ മദ്യം, അക്ഷാമമായ ചിഗുരഭരം, ആകർഷകമായ മന്ദസ്മിതം, ഇതൊക്കെ ഉണ്ടാ മരപ്പാവയ്ക്ക്. അവൾ ഉണ്ടാക്കിയതിന് ആകപ്പാടെ മാദകമായ സുന്ദര ശില്പങ്ങൾ. അയാൾ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. എന്നിട്ട് അവളെ നോക്കി. നാലും ഒരുപോലെ അത്ഭുതകരം. അവള് 3 പാവയല്ലേ കൊണ്ടുവച്ചിട്ടുള്ളൂ, 4 ഒരുപോലെ അത്ഭുതകരം. 3 കണ്ടാൽ 4 തോന്നുന്നതാണ് അത്ഭുതം. അവൾ പറഞ്ഞു. അയാൾ മറുപടി പറഞ്ഞില്ല. ഇത് അച്ചിൽ വാർക്കുന്നതാണോ? ഞങ്ങൾ വാർപ്പ് പണിക്കാരല്ല, കടഞ്ഞെടുത്തതായിരിക്കും. പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ ലക്ഷ്മിയെ പോലെ ഇരിക്കുന്നു. പാലാഴി കടയാൻ ഞങ്ങൾ കൂടിയില്ല, അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടില്ല. എന്റെ തൊഴിലെന്തെന്ന് കാണിക്കുകയായിരുന്നു. 4 പറഞ്ഞത് എങ്ങനെയാ? ഈ ജീവനില്ലാത്ത 3ഉം ഇതുണ്ടാക്കുന്ന ജീവനുള്ള 1ഉം, അങ്ങനെ 4 ഒരുപോലെ ഇരിക്കുന്നതാണ് അത്ഭുതം. എന്ന് വെച്ചാൽ അവൾ ഉണ്ടാക്കുന്ന പാവകളൊക്കെ അവളെ പോലെ തന്നെ ഉണ്ട് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത് പോലെ ജീവനുള്ളതും ഇരിക്കുന്നതോ? അതിൽ അത്ഭുതമൊന്നുമില്ല. എന്റെ തലയിലെഴുത്ത്. അവിടെ കഥ മാറിയത് നോക്കൂ. ഈ ജീവനില്ലാത്തത് പോലെ ജീവനുള്ള ഞാനും ഇരിക്കുന്നതോ? എന്റെ തലയിലെഴുത്ത്. ജീവനില്ലാത്ത പോലെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. അവളുടെ കണ്ണ് മിന്നി. വീണ്ടും മുറിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവളുടെ മുഖം തുടുത്തിരുന്നു. അതൊരു പക്ഷെ അഭിനന്ദനം കിട്ടിയതിന്റെ തുടുപ്പായിരിക്കും. കയ്യിൽ ഒരു പാവയും ഉണ്ടായിരുന്നു. അത് അവൾ അയാളുടെ അടുത്ത് വെച്ചു. അയാൾ അത് എടുത്തു നോക്കി. കംസവരത്തിലെ കൃഷ്ണനാണോ ഇത്? അതോ മുന്തിയറപ്പനെ കൃഷ്ണന്റെ വേഷം കെട്ടിച്ചതോ? ഇത് കുറെ വലുതായിരുന്നെങ്കിൽ വെള്ളരി വേലിക്കകത്ത് കൊണ്ടുപോയി വെക്കാമായിരുന്നു, ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ. അല്ലെങ്കിൽ തീരെ ചെറുതായിരുന്നെങ്കിൽ കളിയാക്കി തുടങ്ങി. അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു, അതിങ്ങനെ ആയിപ്പോയി. 19 എണ്ണം ഉണ്ടാക്കിയപ്പോൾ ഈ നിലയിലായി. കൃഷ്ണന്റെ രൂപം ഉണ്ടാക്കി കാണുന്നവരൊക്കെ വാങ്ങിച്ചു പോന്നു. 3ഉം 4ഉം അണ വില കിട്ടുമായിരുന്നു. ക്രമേണ വേഷം ശ്രീകൃഷ്ണന്റെയും രൂപം വേറൊരു കൃഷ്ണന്റെയുമായി. അവിടെ ആ ഉലഞ്ഞ ദാമ്പത്യം കാണാനുണ്ട്. അതായത് കൃഷ്ണനെ വരക്കും, പിന്നെ ശില്പവിദ്യയിൽ കൃഷ്ണനെ കാണിക്കുമ്പോഴൊക്കെ ഈ മരപ്പാവല് പിന്നെ എന്താ പറയാ, വേഷം കൃഷ്ണന്റെതും രൂപം വേറൊരു കൃഷ്ണന്റെയും ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭർത്താവിന്റെ രൂപമായി പോയിട്ടുണ്ടാവാം. കാരണം ഭർത്താവുമായിട്ട് ആടി ഉലഞ്ഞ ദാമ്പത്യം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വേറൊരു കൃഷ്ണൻ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഞാൻ ശ്രീകൃഷ്ണനെ പോലെ കരുതിപ്പോന്നയാള്. അയാളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കലി വരും. പാവയുണ്ടാക്കി കഴിയുമ്പോൾ അയാളെപ്പോലെ ഇരിക്കും. അങ്ങനെയാണ് ഇത് ഈ അവസ്ഥ ആയിപ്പോയത് എന്നുള്ളതാണ് കേട്ടോ. എന്റെ കോപം മുഴുവൻ പാവയുടെ മുഖത്തും. ഒടുവിൽ ആളുകൾ പാവ മേടിക്കാതെയായി. പിന്നെ ആ പണി നിർത്തിവെച്ചു. പുരുഷരൂപം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചു. പുരുഷരൂപം ഉണ്ടാക്കിയ ഈ ഭർത്താവിന്റെ രൂപമായി പോവും.
ആളുകൾ പാവ വാങ്ങാതായി. ശ്രീപാർവതിയുടെ രൂപമുണ്ടാക്കി നോക്കി എന്ന് വെച്ചാൽ ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കി അതിന് ശ്രീപാർവതി എന്ന് പേരിടും. അല്ലാതെ ഞാൻ പാർവതിയെ കണ്ടിട്ടോ മറ്റുണ്ടോ പാർവതിയുടെ രൂപം ഉണ്ടാക്കാൻ? പാർവതി തപസ് ചെയ്തെന്നും ശിവന്റെ കൂടെ നൃത്തം ചെയ്തെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പാർവതിയും പരമേശ്വരനും കൂടെ ചിലപ്പോൾ പിണങ്ങാറുണ്ട് പോലും. അതൊക്കെ ഓർത്തുകൊണ്ട് പാവയുണ്ടാക്കി തുടങ്ങി. ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കി പാർവതിയെ പോലെ ഞാൻ ഓരോ ഭാവം കാണിച്ചു, അതുപോലെ പാവയുണ്ടാക്കും. ഞാൻ പാർവതിയാണെന്ന് ഭാവിച്ചുകൊണ്ടാ പണി. ഒടുക്കമുണ്ടല്ലോ, പാർവതി ഒക്കെ ഒരുപോലെ, ഉണ്ടാക്കുന്ന മരപ്പാവയൊക്കെ ഒരുപോലെ. അവൾ തുടരുന്നതിന് മുൻപ് അയാൾ പറഞ്ഞു, നിങ്ങളും പാർവതിയും സമം സമം. ഞാനും പാർവതിയും എങ്ങനെയാ സമം സമം? എന്റെ രൂപമായി പോകുന്നു പാർവതിക്ക്, എനിക്ക് നാണമായി തുടങ്ങി. എന്റെ രൂപമുണ്ടാക്കി വിറ്റാൽ മേടിക്കാൻ അയാൾ ധൃതിയിൽ പറഞ്ഞു, ധാരാളം ആളുണ്ടാകും. അപ്പൊ മൊത്തം അഭിനന്ദനം കിട്ടി അവക്ക്. ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടതല്ലേ, മേടിക്കുന്നവരും എന്നെ ആക്ഷേപിക്കും. പാവ ഒന്നാം തരം. പാവ വിൽക്കുന്നത് രൂപം കാണിച്ച് ആണുങ്ങളെ ആകർഷിക്കാനാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞില്ലേ? കാത്ത അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ ഒരു ആട്ട് കൊടുത്തിട്ട് അവളുടെ കണ്ണു പൊട്ടി എന്നാ തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നി, ഞാൻ കേൾക്കാതെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആട്ടുമെന്ന്. മറ്റൊരുത്തി ഇങ്ങനെ ചെയ്താൽ ഞാനും അവളെ ആക്ഷേപിക്കും. അപ്പൊ ആ കാത്തയെ, പരദൂഷണം പറഞ്ഞ കാത്തയോട് പോലും അവൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അവള് ഭർത്താവിനാൽ ഒരു ഉലഞ്ഞ ദാമ്പത്യത്തില് ഇങ്ങനെ സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന അവൾക്ക് ഈ ലോകത്തോട് എന്തുണ്ട്? ലോകത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. അവളുടെ വ്യക്തിത്വം അവിടെ ഇങ്ങനെ വരുന്നുണ്ട്, തെളിഞ്ഞു വരുന്നുണ്ട്. അത് നേരായിരിക്കും. എന്നാലും അവരവരുടെ രൂപം ഇത്ര ശരിയായിട്ടുണ്ടാക്കത്തക്ക സാമർത്ഥ്യം അത്ഭുതകരമാണ്. നിങ്ങളുടെ രൂപം നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അവൾ പറഞ്ഞു, നിങ്ങൾ വെറും മുഖസ്തുതി പറയുകയാണ്. ഒരെണ്ണം ഉണ്ടാക്കിയാൽ പിന്നെ അത് നോക്കി എത്ര വേണമെങ്കിലും ഉണ്ടാക്കരുതോ? കണ്ണാടിയിൽ നോക്കി കാണുന്നത് പോലെ ആദ്യം ഒന്ന് ഉണ്ടാക്കണം. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എത്ര സിമ്പിൾ ആയിട്ടാണ് അവൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നോക്കാം. പിന്നെയോ, അത് നേരാ. ഞാൻ എന്ത് പറഞ്ഞാലും നേരാണെന്ന് പറയുന്നവരായിരുന്നു ഈ അയൽവക്കത്തുള്ളവർ മിക്കവരും. അവരെയൊക്കെ പേടിയായിരുന്നു എനിക്ക്. കണ്ടോ, ജീവിതം പിന്നെയും 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 ഉറഞ്ഞു വരുന്നത്. ഇപ്പോൾ പേടിയില്ലായിരിക്കുമല്ലോ എന്നെ. ഇപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല. ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ എനിക്ക് വിചാരമില്ല. സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഞാൻ എന്റെ ജോലി ചെയ്ത് എന്റെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ ജീവിക്കുന്നു. വേറെ ആരെങ്കിലും ലോകത്തുണ്ടോന്ന് തന്നെ എനിക്ക് വിചാരമില്ല. സ്വാതന്ത്ര്യ പ്രഖ്യാപനം കേട്ടോ. തലകളിൽ പ്രവർത്തിക്കുന്ന പലരും അങ്ങനെയുള്ളവരാണ്. അവൾ മുറിക്കകത്ത് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് അതിന്റെ പേരാണ് അഹന്ത എന്ന് അയാൾ ഒച്ചയടക്കി പറഞ്ഞു. ജാട എന്ന് പറഞ്ഞു. അവൾ 4 രൂപങ്ങൾ കൂടി അയാളുടെ മുൻപിൽ വെച്ചു. കരുണം, രൗദ്രം, അത്ഭുതം, ശൃംഗാരം. ഇവയുടെ ഉച്ചാവസ്ഥയെ കാണിക്കുന്ന അവളുടെ തന്നെ രൂപങ്ങൾ. ഇത് അതിവിശേഷമാണെന്ന് പറഞ്ഞാൽ മുഖസ്തുതിക്കാരൻ എന്ന് എന്നെ ആക്ഷേപിക്കുമോ? അയാൾ ചോദിച്ചു. അങ്ങനെ പറയാതിരിക്കാം. അതിവിശേഷമാണെന്ന് സാറെന്തിനാ പറയുന്നത്? ഇതൊന്നും ഇപ്പോൾ വിൽക്കാറില്ല. പകൽ ഉറങ്ങാതിരിക്കാൻ ചെയ്യുന്ന പണിയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇതിന് ആവശ്യമുണ്ടാകും. എന്നെ കാണാത്തവരുടെ കയ്യിൽ ചെല്ലുമ്പോൾ ഇത് തേവിടിച്ചിയുടെ പരസ്യമാണെന്ന് പറഞ്ഞ് അവർ ആക്ഷേപിക്കയില്ലെന്ന് എനിക്കറിയാം. എന്റെ ഈ സൃഷ്ടിക്കും വിലയുണ്ടാവും എന്ന് പറയാം. ഒരു തൊഴിൽ അറിയാം, നല്ലപോലെ ചെയ്യാം, അതിൽ നിന്ന് ആദായം കിട്ടാൻ മാർഗമില്ലെന്ന് വരുന്നത് കഷ്ടമാണ്. എന്താ കച്ചവടം ചെയ്താൽ എന്നുള്ളതാ. നിങ്ങൾ എന്തിനാ അപവാദത്തെ ഭയപ്പെടുന്നത്? ആളുകൾ എന്തെങ്കിലും പറയട്ടെ. ഒരു പാവയ്ക്ക് 1 രൂപ ഏത് പൊട്ടക്കണ്ണനും തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ പരാശ്രയം കൂടാതെ നടക്കും. വേറെ ആരുടെയും സഹായം ഇല്ലാതെ നടക്കും. തൊഴിൽ, ശില്പവൃത്തി എന്ന് എഴുതാൻ പോവുകയാണ്. അയാൾ എഴുതി. പിന്നെയും എന്തൊക്കെയോ കുറിച്ചു. അവളുടെ ആങ്ങളയുടെ വിവരങ്ങൾ ചോദിച്ചെഴുതി. അതിനിടയിൽ അവൾ ഒരു പാവയൊഴിച്ച് എല്ലാം മുറിക്കകത്ത് കൊണ്ടുചെന്ന് വെച്ചു. ഒന്ന് അവൾ കയ്യിൽ വെച്ചിരുന്നു. അയാൾ ഒന്നുകൂടി മുറുക്കി. പാവയൊന്നും വിൽക്കുകയില്ലെന്നാണോ പറഞ്ഞത്? ഞാനത് തിന്നാറില്ല, അടുപ്പിൽ ഇടാറുമില്ല. ഇനി വളരെയുണ്ടോ കൈവശം? ജനസംഖ്യയിൽ പെട്ടതാണോ ആ ചോദിച്ചതും? അപ്പൊ ജനസംഖ്യ കണക്കെടുപ്പിന് വന്നിട്ട് അവരുടെ ചോദ്യം ഫുൾ സൗഹൃദപരമായി. എന്നാൽ ചെല്ലട്ടെ, ഭർത്താവ് പിണങ്ങി. അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. അക്കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ? വഴിക്കാരോടൊക്കെ ഭർത്താവിന്റെ കാര്യം ഇതിലധികം പറയാനൊക്കുമോ? അയാളൊരു മൃഗമാ, കള്ളു കുടിക്കും, പിന്നെ പേപ്പട്ടിയെ പോലെയാ. വഴിയിൽ കാണുന്നവരുടെ നേരെ മെക്കിട്ട് കയറും, എന്നിട്ട് അടികൊള്ളും. കള്ള ഇറങ്ങുന്നത് വരെ, എന്ന് വെച്ചാൽ നേരം വെളുക്കുന്നത് വരെ കിടപ്പ് പോലീസ് സ്റ്റേഷനില്. ഒരു ദിവസം 2-3 നായിക ഇരുട്ടിയപ്പം ഹെഡങ് നിന്ന് ഒരു പോലീസുകാരനെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാൻ ചെന്ന് പണിക്കനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോരാൻ. നേരം വെളുത്തിട്ട് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ. പണിക്കനില്ലാത്തപ്പം വീട്ടിൽ വല്ലവരും കയറി അക്രമം കാണിച്ചാൽ അർജിയും കൊണ്ട് വന്നേക്കരുതെന്ന് അങ്ങേര്. അക്രമത്തിന് വല്ലവരും വന്നാൽ എന്റെ തലയണ ചുവട്ടിൽ വീതുളിയാ ഉള്ളതെന്ന് ഞാൻ. അങ്ങേരങ്ങ് പോയി 2 നായിക കൂടി കഴിഞ്ഞപ്പോൾ ആമ്പർന്നോൻ ആടി വന്നു കയറി. ഞാനൊന്നും ചോദിക്കാനും പറയാനും പോയില്ല. നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലൊന്ന് പോകുകയാണ്. എന്തിനാ പോണേ എന്ന് അയാള്. ഇവിടെ താമസിച്ചാൽ ഞാൻ വല്ലവരെയും വീതുളി കൊണ്ട് കൊന്നേക്കും, അതുകൊണ്ട് പോവുക എന്ന് ഞാൻ പറഞ്ഞു. എന്റെ കൈ അന്നേരം പുളി പറിക്കാൻ പോവുകയും മറ്റുമില്ലെന്ന് ആ മൃഗം എടുത്ത വാക്കിൽ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ആക്രമിച്ചാൽ ഞാനും ചെയ്യുന്നു. ഈ മൃഗത്തിന്റെ കൂടെ പാർക്കാൻ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു വെച്ച് ഞാൻ റോഡിൽ വന്ന് ബസ് കയറി ഇങ്ങ് പോന്നു. പിന്നെ ഉണ്ട് പറയാൻ അറക്കുന്ന കഥകള്. അപ്പൊ അവളുടെ ആ ഒരു ചിത്രം നമുക്ക് കിട്ടി. ഭർത്താവുമായിട്ട് അങ്ങനെ തെറ്റിപ്പോകുന്നതാണ്.
എന്താ പറയാ, നല്ലൊരു ദാമ്പത്യം ആയിരുന്നില്ല അവളുടേത്. അവൾ സ്വന്തമായിട്ട് ഇതുപോലെ ജോലി ചെയ്തിട്ട് ജീവിക്കുന്നു. ചുറ്റുവട്ടത്ത് ആളുകളുടെ അപവാദം പോയിട്ട് ആളുകൾ ഉണ്ട് എന്ന് തന്നെ അവൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ സ്വതന്ത്രയായിട്ട് ജീവിക്കുന്ന നളിനി അവൾ നിർത്തിയപ്പോൾ അയാൾ എഴുന്നേറ്റു. ആര്? എന്യൂമറേറ്റർ. ഇത് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പ്രതിമ നീട്ടി. ഇത് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പ്രതിമ നീട്ടി. അയാൾ സന്തോഷപൂർവ്വം വാങ്ങി നോക്കി. രൗദ്രഭാവത്തിലുള്ള അവളുടെ പ്രതിമ അത് കണ്ട് അയാളുടെ മുഖത്തെ പ്രസാദം മങ്ങി. എങ്കിലും നന്ദി പറഞ്ഞിട്ട് അയാൾ ഒരു കടലാസ് കഷ്ണം അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇത് നോക്കൂ. അവൾ നോക്കി. അവളുടെ രൂപം അയാൾ വരച്ചിരിക്കുന്നു. അവൾ ശ്രദ്ധിച്ചു നോക്കി. ഈ പറഞ്ഞിരുന്ന നേരത്തെ ഇത് വരച്ചത് അത്ഭുതം തന്നെ. ആ പ്രതിമ എങ്കിൽ തന്നേക്കൂ. അതായത് രൗദ്രഭാവത്തിലുള്ള പ്രതിമയല്ലേ കൊടുത്തത്, കുറച്ചുകൂടി ഹെവി ലുക്ക് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആ ഒരു ക്യാരക്ടറാണ്, ആ ബോൾഡ് ക്യാരക്ടറാണ് അതില്. പക്ഷെ ഇയാളാണെങ്കിൽ ആ നിന്ന സമയം കൊണ്ട് ഇവളുടെ ചിത്രം വരച്ചിട്ട് കൊടുത്തു. അപ്പം രണ്ട് കലാകാരന്മാരായി ഇപ്പൊ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവൾക്ക് ഒന്നുകൂടി അയാളിൽ അലിവും സ്നേഹവും സൗഹൃദവും ഒക്കെ തോന്നി. ഈ പറഞ്ഞിരുന്ന നേരത്തെ ഇത് വരച്ചത് അത്ഭുതം തന്നെ, ആ പ്രതിമയ്ക്ക് തന്നേക്കോ എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തു പോയി പാർവതി തപസ് ചെയ്യുന്ന അല്പം വലിയൊരു പ്രതിമ കൊണ്ടുവന്ന് ആ ചിത്രകാരന് സമ്മാനിച്ചു. അയാൾ അത് ആനന്ദവും നന്ദിയും സ്ഫുരിക്കുന്ന ഭാവത്തോടെ വാങ്ങി. എന്നാൽ ചെല്ലു എന്ന് പറഞ്ഞ് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. അയാൾ അടുത്ത വീട്ടിലേക്ക് നടന്നു. അയാളുടെ ഹൃദയത്തിൽ വീണക്കമ്പി മീട്ടിയാൽ ഉണ്ടാകുന്ന നാദം പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. ഒരു പുതിയ സൗഹൃദത്തിൻ്റെതായിരിക്കാം ആ വീണക്കമ്പി മീട്ടിയ നാദം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതാണ് മരപ്പാവകൾ എന്ന് പറയുന്ന കഥ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആഴത്തിലൊന്നും ഞാൻ പറയുന്നില്ല. ഇതിന്റെ ആഴത്തിലുള്ള പഠനമാണ് വെറുങ്ങാത്ത മരപ്പാവകൾ, കൽപ്പറ്റ നാരായണൻ സാറിൻ്റെത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം കേട്ടോ. അപ്പൊ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിലൂടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്